ദേ ഇങ്ങോട്ട് നോക്കൂ, പാലക്കാട് KSUവും യൂത്ത് കോൺഗ്രസും സംഘടിപ്പിച്ച സമരങ്ങൾ. ട്രാക്ക് മാറ്റി. ഇതാണ് ഗൗരിക. ഈ 10ാം ക്ലാസ്സുകാരിക്ക് രാഷ്ട്രീയവും കലയും പഠനവുമെല്ലാം ഒരുപോലെ. പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനയുടെ പാലക്കാടൻ സമരങ്ങളിൽ വീറുറ്റ പോരാളിയാണ്. MP ശ്രീകണ്ഠേട്ടൻ ഇവരുടെ എല്ലാം ഭയങ്കരമായിട്ടുള്ള ഒരു സ്വാധീനം നമുക്കുണ്ടായിരുന്നു ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് വരാൻ. ഫുൾ സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്ന്, KSUവിൻ്റെ ഭാഗത്തുനിന്നും സ്കൂളിൻ്റെ ഭാഗത്തുനിന്നും, മാനേജ്മെൻറ്റ്, രാഷ്ട്രീയത്തിന് സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് വലിയ സപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ പോലും കലയ്ക്ക് സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടുണ്ട്. ഗൗരിക നങ്ങ്യാർകൂത്തിന് എത്തുന്നത് 3ാം തവണ. നേരത്തെ 2 തവണയും നേടിയത് A ഗ്രേഡ്. പൈങ്കുളം നാരായണ ചാക്യാരുടെ ശിക്ഷണം. പെരുവമ്പ് സ്വദേശികളായ ഷബ്ന ബാബു ദമ്പതികളുടെ മകളാണ് ഗൗരിക. സ്കൂളിൽ ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യയും വിവാദങ്ങളും നിറഞ്ഞ അന്തരീക്ഷത്തിലായിരുന്നു ഉപജില്ലാ ജില്ലാതല മത്സരത്തിലേക്ക് എത്തിയതും ഒന്നാമതായതും. ഇത് 3ാമത്തെ തവണയാണ്. ഇത്തവണ 2 തവണയും അപ്പീലില്ലാതെ തന്നെ ജില്ലയിൽ നിന്ന് സംസ്ഥാനത്തേക്ക്, 2 തവണയും അപ്പീലില്ലാതെ തന്നെയാണ് ജില്ലയിൽ നിന്ന് സംസ്ഥാനത്തേക്ക്. ഇത്തവണയും അങ്ങനെ തന്നെയാണ്. A ഗ്രേഡ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. കഥകളിയിലും ഓട്ടംതുള്ളലിലും കൂടിയാട്ടത്തിലും നാടൻപാട്ടിലും ഗൗരിക മിടുക്ക് തെളിയിച്ചിട്ടുണ്ട്. പഠനത്തിനൊപ്പം രാഷ്ട്രീയവും കലയും ഒരുപോലെ കൊണ്ടുപോകുമെന്ന് ഗൗരികയുടെ വാക്കുകൾ. സമരം എന്തായാലും തുടരും. സമരം തുടരുമെന്ന് പറഞ്ഞാൽ ഈ വരുന്ന നമുക്ക് തെരഞ്ഞെടുപ്പ് വരികയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ ഈ സമരം തുടരുന്നുണ്ടാവില്ല. കാരണം ഞങ്ങൾ അത്രയും നന്നായി ഭരിക്കുമല്ലോ. അതുകൊണ്ട് സമരത്തിൻ്റെ ആവശ്യം ഞങ്ങൾക്ക് ആവശ്യം വരില്ല. ഇതേ ഭരണം തന്നെ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും സമരങ്ങൾ വേണ്ടി വരും. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും A ഗ്രേഡ് നേട്ടത്തോടെയാണ് ഗൗരിക തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് മടങ്ങുന്നത്. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 തൃശ്ശൂർ.